ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങളെന്നൊക്കെ പറയുന്നത്, എപ്പോഴും വിചാരിക്കും നല്ല നല്ല കണ്ടൻറ്റൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം, പിന്നെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജിയൊക്കെ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന പ്രേക്ഷകരായ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട് കേട്ടോ. എല്ലാവരും പറയാറുണ്ട് എൻ്റെ സംസാരം ഭയങ്കര രസമുണ്ട്, പിന്നെ എന്താ പറയുക, കേട്ടിരിക്കുന്ന സമയത്ത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയൊക്കെ കിട്ടാറുണ്ടെന്നുള്ള എന്താ പറയുക ഒരു ഫീഡ്ബാക്കൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുന്ന ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കൂടുതൽ ഞങ്ങളുടെ വീഡിയോ കൂടുതൽ നിങ്ങളുടേതായ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ ഒരുപാട് നമ്മളുടെ ഒരു മോട്ടിവേഷൻ പോലെ എനിക്കും അതൊരു പ്രചോദനമാണല്ലോ. നല്ല നല്ല വാക്കുകൾ കേൾക്കുക, നമ്മളുടെ വീഡിയോയ്ക്ക് നല്ലൊരു കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ അതൊക്കെ നല്ല സന്തോഷമുള്ള കാര്യങ്ങളാണ്. കൂടുതൽ നമുക്ക് ചെയ്യാനായിട്ട് തോന്നും. ഇപ്പോൾ നമ്മളുടെ വീഡിയോയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ കാണുക. ഇപ്പോൾ ഞാൻ ചെറുതിൽ ഈ ടിഷ്യൂ കൾച്ചർ വാഴ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് തൈകളായിരുന്നു. അതിപ്പോൾ ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അത് വളരെ തിന്നായിരുന്നു. ടിഷ്യൂ കൾച്ചർ വാഴ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, വളരെ ചെറുതായിരുന്നു. പക്ഷെ അന്ന് ആ വെക്കണ സമയത്ത് ഞാൻ വിചാരിച്ചില്ല ഇതുപോലുള്ള കൊലകളൊക്കെ ഇതിൽ നിന്ന് വെട്ടാൻ പറ്റും കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഓരോന്ന് നട്ട് നനച്ചുണ്ടാക്കി അതിൽ നിന്നൊക്കെ ഒരു റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ സന്തോഷമാണ്. അത് ചെയ്യുന്നവർക്ക് കൂടുതലും അറിയാൻ പറ്റുമായിരിക്കും. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ തന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലും കൂടി ഒരു എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഞാൻ. എനിക്കെന്ന് പറഞ്ഞാൽ മറ്റുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളിലേക്ക് ഒന്നും താല്പര്യമില്ല. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, ഇതുപോലെ നമുക്കിഷ്ടമുള്ള കുറച്ച് ഫാമിലി കാര്യങ്ങളെല്ലാം ആയിട്ട് ഞാൻ എൻ്റെ സമയം എൻജോയ് ചെയ്യാറുള്ളത്, അതാണ് പതിവ്. ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നെഗറ്റീവൊക്കെ അടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മുടെ പറമ്പിൽ കൂടെയൊക്കെ തന്നെ ഇങ്ങനെ നടക്കും. എനിക്ക് തോന്നാറുള്ളത് ഓരോന്നും നമ്മളോടും സംസാരിക്കുന്നു, നമ്മൾ അവരോടും സംസാരിക്കുന്നു എന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോവാറുണ്ട് കേട്ടോ. പിന്നെ ഈ ബേഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ പ്ലാവിൽ ഏതാണ്ട് ചക്കയൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് മൂത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനൊരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് അവർക്ക് പറിച്ച് വയ്ക്കുന്ന കേട്ടോ കാണുന്നത്. പഴുപ്പിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ചക്ക പഴുപ്പിച്ചിട്ട് കഴിക്കുന്നതാണ് ഭയങ്കര മധുരമാണ്. തേൻ വരിക്കാന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര മധുരമാണ് ഈ ചക്കയ്ക്ക്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ചക്ക ഉണ്ടായിട്ട് ഞാൻ അധികം ഒന്നും കഴിച്ചില്ല. മാക്സിമം ഞാൻ എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. എനിക്ക് കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു ഫീഡ്ബാക്ക്, സന്തോഷമൊക്കെ ഉണ്ടല്ലോ, അതാണല്ലോ ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. മുകളിലത്തെ നിലയിലേക്കൊന്നും ഞാൻ അധികം കയറാറില്ല, കാരണം എല്ലാ ദിവസവും കൂടെ നമ്മുടെ പണികളൊന്നും നീങ്ങില്ല. അപ്പോൾ ബ്രാത്തൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് കുറച്ച് സമയം കിട്ടിയൊരു ദിവസമായതുകൊണ്ട് തന്നെ രാവിലത്തെ ചായയുടെയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീനിങ് ഡീപ്പായിട്ടൊന്ന് ക്ലീനിങ് ഉണ്ട്. അതൊരു ദിവസം കൊണ്ടൊന്നും നമ്മുടെ വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും കഴിയില്ല. കാരണം ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ആര് ചെയ്തു തന്നാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, ആര് ചെയ്ത് തന്നാലും അല്ലെങ്കിൽ ആരെങ്കിലും വെച്ച് നമ്മൾ ചെയ്യിപ്പിച്ചാലും എനിക്കൊരു തൃപ്തി കിട്ടില്ല. കാരണം ആരെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയും കൂടി ഇനി വൃത്തിയാകാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ പിന്നെയും അതിൻ്റെ പുറകെ കിടന്ന് എന്താ പറയുക, തുടച്ചോളം തന്നെ തുടയ്ക്കുക, വൃത്തിയാക്കുന്ന, അങ്ങനെയില്ലേ. അപ്പോൾ ആരെങ്കിലും ചെയ്ത് തന്നാൽ നമ്മൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായപൊടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നമ്മൾ അത്രയും നേരം ഒരു ഫ്രീ ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ എഴുന്നേറ്റുന്ന സമയമായിരുന്നു. പിന്നെ അവർക്ക് നമ്മൾ ദോശമാവ് ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ എന്താ പറയുക, വളരെ കംഫർട്ടബിളാണ് നമ്മളല്ലേ. കഴിക്കാനാണെങ്കിലും അതുപോലെ തന്നെ ഉണ്ടാക്കി പെട്ടെന്ന് ചൂടോടുകൂടി കൊടുക്കുമ്പം അവർക്ക് ഭയങ്കര പെട്ടെന്ന് കഴിച്ചിട്ട് പോയിക്കോളും. അപ്പോൾ നമുക്ക് ഭയങ്കര ഫ്രീ ആയി. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു തലവേദന നമുക്ക് പിന്നെ ഇല്ല. അപ്പോൾ വർക്ക് ഏരിയയിലാണ് കേട്ടോ ഞാൻ ഫുഡ് കൂടുതൽ ഉണ്ടാക്കുന്നത്, വർക്ക് ഏരിയയിലാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ ടൈം ടേബിളൊക്കെ ഇട്ടേക്കുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെ ഫുഡൊക്കെ എല്ലാ നേരവും ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വരുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ ഹാളിൽ ഡൈനിങ് ടേബിളിൽ വന്ന് ഫുഡ് സെർവ് ചെയ്യാറുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ വർക്ക് ഏരിയ തന്നെയാണ് ഇരുന്ന് കഴിക്കുന്നതും. അവിടെ തന്നെ പാത്രമൊക്കെ കഴുകി വെച്ച് അവിടെയാണ് ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, വർക്ക് ഏരിയ തന്നെയുണ്ട്. അവിടെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര കംഫർട്ടബിൾ. പിന്നെ അപ്പോൾ ഇന്ന് ഫുഡിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്വഭാവമാണ്, നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഞാനിവിടെ ഫുഡ് കഴിക്കാൻ സമ്മതിക്കാറുള്ളൂ കേട്ടോ. ആ സമയത്ത് മൊബൈൽ ഫോൺ അങ്ങൊന്നും നമ്മൾ എടുപ്പിക്കില്ല കേട്ടോ. നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും കുറേ കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. അതിലൊക്കെ ഒരു എൻജോയ്മെൻ്റ് ഉണ്ട്. ഇതുവരെ അങ്ങനെയൊക്കെ ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ശീലമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു സമയമാകുമ്പോഴേക്കും ഒറ്റയ്ക്ക് ഇരുന്ന് നമുക്ക് കഴിക്കാനേ തോന്നില്ല. എല്ലാവരും വരട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു രസവും ഒക്കെ വളരെ ഒരു വെറൈറ്റിയാണ്, ഒരു വ്യത്യസ്തമായ രീതിയാണ് കേട്ടോ. എനിക്ക് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ അത് ആഗ്രഹിക്കുന്നവരിലേക്ക്, അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്ക്, അത് കാണാൻ ആഗ്രഹിക്കുന്നവരിലേക്കൊക്കെ ഷെയർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ എനിക്കൊരു നെഗറ്റീവ് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, നാണമാവില്ലേ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ മറ്റുള്ളവരെ അറിയിക്കുന്നത്. കാരണം അങ്ങനെയാണ് അവരുടെ കൺസെപ്റ്റ്, അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഞാനത് ആഗ്രഹിക്കുന്നില്ല. നല്ല കാര്യങ്ങളാണെങ്കിൽ അത് മറ്റുള്ളവർക്കൊരു എനർജറ്റിക്കാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്കത് കണ്ട് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളതൊന്നും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ പറയുന്നതിൽ തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ റെസ്പോണ്ട് ചെയ്യാം. തെറ്റല്ല ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. തീർച്ചയായിട്ടും നല്ല നല്ല കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ നമ്മളുടെ ക്ലീനിങ്ങും കാര്യങ്ങളും നമ്മളിപ്പോൾ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു വ്ളോഗാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും ഒരു മോട്ടിവേഷൻ പോലെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഞാനുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് കിട്ടുന്നത്, നേരിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒരു കമൻറ്റ്സ് എനിക്ക് കിട്ടുന്നത് എൻ്റെ സംസാരം കൊണ്ട് അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടുന്നു എന്ന് എനിക്ക് നേരിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയാറുണ്ട്. അവർ പലപ്പോഴും പറയാറുണ്ട്, നിൻ്റെ വീഡിയോയിൽ നീ കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ആക്കിയിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഒരുപാട് ഉപകാരമായേനെ, അല്ലെങ്കിൽ ഒരു വാക്ക് കൊണ്ടാണെങ്കിലും ഒരു വ്യക്തിയെ എവിടെയോ ഈ ലോകത്തിൻ്റെ ഏതോ കോണിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു ആശ്വാസം പകരാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെന്നെ സംബന്ധിച്ചൊരു എൻ്റെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ആദ്യം കാണുന്നവരും അല്ലെങ്കിൽ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി നിങ്ങളതിലേക്കൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് നമ്മൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ആയിരിക്കും. അപ്പോൾ എൻ്റെ വാക്കുകൾ കൊണ്ട് മറ്റാർക്കെങ്കിലും ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നൊരു ഫീഡ്ബാക്ക് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളൊരു എവിടെയെങ്കിലും നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നമ്മളൊരു ചെല്ലുന്ന സമയത്ത് അവിടെ വളരെ ഒരു ക്ലീനിങ്ങും അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ അടുക്കിപ്പറക്കി വെച്ചേക്കുന്നതൊക്കെ കാണുമ്പം ആ ഒരു റൂമാണെങ്കിലും ഒരു ഓഫീസാണെങ്കിലും ഏത് സ്ഥാപനമാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ കാണുമ്പോൾ അത് പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരിക്കുമല്ലേ, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ്രേഷൻ നമുക്കും കൂടി കിട്ടും. നേരെ മറിച്ച് നമ്മളെല്ലാം വാരി വലിച്ചിട്ട്, കാരണം ആ അടുക്കളയൊക്കെ ആണെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും, എല്ലാം വലിച്ച് വാരി ഇടുന്ന ഒരു അടുക്കളയിലേക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും. പക്ഷെ നേരെ മറിച്ച് ചിട്ടയായൊരു രീതി നമുക്ക് ഫോളോ ചെയ്ത് പോകണമെങ്കിൽ ചിട്ടയായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നേരത്തെ വെക്കണം. ഇപ്പോൾ നാളത്തെ കാര്യത്തിനാണെങ്കിൽ ഇന്നേ തന്നെ പല കാര്യങ്ങളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് വീടിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും. ഇപ്പോൾ നമ്മൾ ട്രാവലിങ്ങിന് പോകുന്നു, അതിന് മുമ്പേ നമ്മൾ നേരത്തെ നമ്മളുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കണം. എവിടെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു, എവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എവിടേക്ക് പോകണം, അതുപോലെ തന്നെ കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കൊണ്ടുപോകണം. അത് കൃത്യമായൊരു റൂട്ട് ഉണ്ടെങ്കിൽ, ഒരു റൂട്ട് മാപ്പ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അങ്ങനെ തന്നെയാണ് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. നമ്മളതിനൊന്നും പ്രത്യേകമായി പഠിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ട് മനസ്സിലാക്കുകയോ ഒന്നും വേണ്ട. നമ്മളുടെ ജീവിതത്തിൽ താളം തെറ്റുന്ന ഒരു സമയം ഉണ്ടായിരിക്കാം, അവിടെ ആ ഒരു പാഠങ്ങൾ എന്നും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബാക്കി വരുന്ന ജീവിതത്തിൽ ഓരോ ദിവസമാണെങ്കിലും നമ്മളതൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. അതുമാത്രമല്ല, നമ്മൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നല്ല നല്ല കാര്യങ്ങളോ നല്ല നല്ല തോട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേഷൻ നിർബന്ധമാണ് കേട്ടോ. അത് നമ്മളുടെ മനസ്സിനെ ഒരുപാട് സന്തോഷമാക്കുകയും ഒരു ഷെയറിങ് എപ്പോഴും നല്ലതാണ്. ഷെയറിങ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തി തന്നെ മുമ്പോട്ട് പോകാനായിട്ട് മാക്സിമം എല്ലാവരും ശ്രമിക്കുക. നേരത്തെ തന്നെ ഒരു കാൽക്കുലേഷൻ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മസ്റ്റായിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ എനിക്ക് വീട്ടിൽ കുറച്ച് ജോലി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് സപ്പോർട്ടിങ് ആരുമില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക പ്ലാനിങ് കാര്യങ്ങളൊക്കെ എനിക്ക് ഓൾറെഡി ഉണ്ട്.
കാര്യങ്ങൾ നമുക്ക് നേരത്തെ തലേ ദിവസം തന്നെ ചെയ്തു വയ്ക്കാൻ പറ്റുമൊക്കെയാണെങ്കിൽ നമുക്കതൊക്കെ പിറ്റേ ദിവസത്തെ ജോലിക്ക് ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ ദോശമാവ്, അതേപോലെ ഇഡ്ഡലി മാവ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളാക്കി പെട്ടെന്ന് തന്നെ നമ്മുടെ പണി കഴിക്കാൻ പറ്റും. അതേപോലെ തലേ ദിവസം നമ്മളുടെ എന്താ പറയുക, കറിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അരിഞ്ഞ് വെക്കുക, നന്നാക്കി വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ എന്തെങ്കിലും കറിക്ക് എടുക്കാൻ പോകുമ്പോൾ അത് അരിഞ്ഞ് പിന്നെ ഓരോന്നൊക്കെ നന്നാക്കിയൊക്കെ ചെയ്ത് വരുമ്പോൾ കുറേ സമയം പോകും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഉണ്ടായിരിക്കും. അതെല്ലാം ചെയ്തു വയ്ക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ ഭയങ്കര അൺകംഫർട്ടബിളായിട്ട് തോന്നും. ഒരു മല പോലെയൊക്കെ നമുക്ക് തോന്നും അല്ലേ. എല്ലാം കൂടി കിടക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷേ കൃത്യമായ ഒരു ടൈമിങ്ങിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ നമുക്കതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ഇതൊക്കെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ ടൈം കിട്ടുന്ന സമയത്ത്, എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുന്ന സമയത്ത്, ഈ നമുക്ക് 24 മണിക്കൂറും ഫോൺ നോക്കിയിരുന്ന് വെറുതെ സമയം കളയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരോടും അല്ലാത്തവരോടും ഒക്കെ കൂടിയായിട്ട് ഈ പറയണത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരാഴ്ചത്തേക്ക് നമുക്ക് അടുക്കളയിലെ ജോലിയൊക്കെ വളരെ സിമ്പിളായിരിക്കും. നമുക്ക് ബാക്കി സമയം കിട്ടും, ബാക്കി കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്താ പറയുക, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ആരോടൊന്നും പറയാനൊന്നും പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആണെങ്കിൽ കുറേ നേരം നമുക്ക് പാട്ട് കേട്ടിരിക്കാം, അതുപോലെ തന്നെ റീഡ് ചെയ്തിരിക്കാം, ഇഷ്ടമുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ കുറേ മടി, അല്ലെങ്കിൽ അലസത, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മടിയൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാം. പിന്നെ പല വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, എന്താ പറയുക, നമ്മളെ കേൾക്കാൻ ആരുമില്ല, നമ്മളുടെ കഷ്ടപ്പാടുകൾ കാണാൻ ആരുമില്ല, നമുക്കൊന്നും പറയാൻ എന്താ പറയുക ഒരു വോയിസ് ഇല്ല എന്നൊക്കെ പലർക്കും തോന്നുന്നുണ്ട്. കാരണം വർഷങ്ങളോളം ചെയ്ത പണി തന്നെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു മടുപ്പ് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ആ ഒരു മടുപ്പിനെ മാറ്റി എടുക്കുക. പിന്നെ എനിക്ക് എന്നെ തന്നെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും, എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ എൻ്റെ സ്വഭാവത്തിൽ മാറ്റിയെടുക്കേണ്ടത്, പിന്നെ ഞാൻ എങ്ങനെ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കാം, എൻ്റെ തിങ്കിങ് ആണോ, എൻ്റെ ചിന്താഗതികളെ ഞാൻ കുറച്ച് മാറ്റണോ, എൻ്റെ സ്വഭാവങ്ങളെ കുറച്ച് മാറ്റണോ, എൻ്റെ രീതികളെ കുറച്ച് മാറ്റണോ, പിന്നെ അടുക്കും ചിട്ടയും എല്ലാം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇതെല്ലാം ഇൻക്ലൂഡ് ആയതാണ്. ഒരാളുടെ ഒരു നെഗറ്റീവ് വാക്ക് മതിയായിരിക്കാം ചിലപ്പോൾ എല്ലാം ഫ്ലോപ്പായി പോകാനായിട്ട്. പക്ഷെ അതെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് മുമ്പോട്ട് പോകണം. പല നെഗറ്റീവുകളെയും പല പരാജയങ്ങളെയും അല്ലേ, വിജയം എന്ന് പറയുന്നത് പരാജയപ്പെട്ട ഒരാൾക്കാണ് വിജയത്തിൻ്റെ മധുരം തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെ, ആരെങ്കിലും ഒരു വിജയം കൊണ്ടുവന്ന് ഒരിക്കലും നമ്മുടെ കൈകളിലേക്ക് തരില്ല. കുറേ നാളത്തെ ഒരു എഫേർട്ടും പരിശ്രമവും പരാജയവും ഇതെല്ലാം ഏറ്റുവാങ്ങിയാണ് നമ്മൾ മുമ്പോട്ട് പോവുക. ഒരിക്കൽ നമ്മൾ വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി തന്നെ മുമ്പോട്ട് പോവുക. ആരും നമുക്ക് എന്താ പറയുക സപ്പോർട്ടായിട്ട് ചിലപ്പോൾ വന്നില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഒരാളെങ്കിലും ഉണ്ടായിരിക്കാം നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു മൗനമായിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു പുഞ്ചിരിയിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ എന്താ പറയുക വാക്കുകളും ഒക്കെ ആയിരിക്കാം. പക്ഷേ അതെല്ലാം നമുക്കൊരു എന്താ പറയുക 100 പേര് നമ്മളെ കുറ്റപ്പെടുത്തിയാലും അതിലേക്ക് നമ്മൾ ഒരിക്കലും നോക്കരുത്. തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആരാണ് നമ്മളുടെ മനസ്സിനെ തിരിച്ചറിഞ്ഞ് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു വാക്കായിരിക്കണം ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ വീണ് പോയേക്കാം. സാധാരണ ഒരു മനുഷ്യൻ വീണ് കിടക്കുന്നു, ആ ഒരു മനുഷ്യൻ സ്വയം എണീക്കാൻ വേണ്ടി അതിൻ്റേതായി ഒരുപാട് എഫേർട്ട് എടുത്തെന്ന് വരാം. പക്ഷേ അയാൾ ഒരാളുടെ സപ്പോർട്ടോട് കൂടി എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഒരു നിമിഷം അയാൾക്ക് പെട്ടെന്ന് എണീറ്റ് വരാനായിട്ട് സാധിക്കില്ലേ. വീണ് കിടക്കുന്ന ഒരാൾ സ്വയമാണ് എഴുന്നേൽക്കുന്നത്, അയാൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. കാരണം ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടായിരിക്കില്ല ജീവിതത്തിൽ. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തണം കേട്ടോ. എങ്കിൽ മാത്രമാണ് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം ലൈഫ് എന്ന് പറയുന്നത് എല്ലാവർക്കും 24 അവർ തന്നെയാണ്. പക്ഷേ പലരൊക്കെ വിജയിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് പേര് പരാജയപ്പെടുന്നു. ഒരുപാട് പേർക്ക് വിദ്യാഭ്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ഏത് ജോലിയും ചെയ്യാനായിട്ട് തയ്യാറാവുകയാണ്. കാരണം നമ്മുടെ അങ്ങനെ പല സ്ട്രഗിളും അവരനുഭവിച്ചത് കൊണ്ടായിരിക്കാം. കാരണം മുമ്പോട്ട് പോയല്ലേ പറ്റുള്ളൂ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും ഏത് ജോലിയും ചെയ്യാൻ അവർ തയ്യാറാണ്. കാരണം നമുക്ക് അവരോടൊപ്പം ഒന്ന് മുമ്പോട്ട് പോകണം.
വിജയിച്ച് മുമ്പോട്ട് പോകുന്നവർക്ക് ഒരുപാട് സ്ട്രഗിൾ അവരുടെ ലൈഫിൽ എടുത്തതിന് ശേഷമായിരിക്കും അവരിന്ന് വിജയിച്ച് നമ്മൾ കാണുന്നത്. പക്ഷെ അവരോടൊപ്പം അവരെയൊക്കെ ഒരു മാതൃകയാക്കി നമ്മൾ വെക്കുക കേട്ടോ. മാതൃകയാക്കി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു എഫേർട്ട് നമ്മളെടുക്കുക. 100 എന്ന് എഴുതുന്നതിന് മുമ്പ് 1, 2, 3 എന്ന് പറഞ്ഞ് ഒരുപാട് 99 വരെയുള്ള കൗണ്ട്സ് ഉണ്ടല്ലേ, അക്കങ്ങളുണ്ട്. അപ്പോൾ ഈ 99 വരെ എഴുതിയാൽ മാത്രമാണ് നമുക്ക് 100 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചിന്തിക്കുക എപ്പോഴും. അതായത് ഓരോ പടിയുമുണ്ട്, ഓരോന്നിനും ഓരോരോ സ്റ്റെപ്പ് ഉണ്ട്. ഒന്നിന് മീതെയാണോ ഒന്ന് വെക്കുന്നത് എങ്കിൽ അത് ഒന്ന് താഴെ വെച്ചേക്കുന്നത് അത്ര സ്ട്രോങ് ആണെന്ന് നമുക്ക് വിശ്വാസം വേണം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ, വീട്ടിലെ കുറച്ച് ജോലിയും കാര്യങ്ങളും, വീടിൻ്റെ എന്താ പറയുക, നമ്മുടെ ജോലികളൊക്കെ എളുപ്പമാക്കുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പക്ഷെ അതിനുപരി ഞാൻ സംസാരിച്ചത് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കുറച്ച് മോട്ടിവേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. കാരണം നെഗറ്റീവായിട്ടിരുന്നത് കൊണ്ടോ തളർന്നിരുന്നത് കൊണ്ടോ പരാജയപ്പെട്ടുകൊണ്ടോ ഒരിക്കലും നമുക്ക് വിജയം ഉണ്ടാവില്ല. നമ്മൾ തന്നെ സ്വയം അതിനു വേണ്ടി പരിശ്രമിക്കണം, പ്രയത്നിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ അല്ലേ, നമ്മൾ തന്നെ അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടണം. നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതാണ്. എന്നെ ഒരുപാട് പേര് നമ്മുടെ വരും വീഡിയോയിലൊക്കെ ഞാൻ കുറേ എൻ്റെ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്താ പറയുക, കരഞ്ഞ് കണ്ണീരൊക്കെ വറ്റും എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ അങ്ങനെ മടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് നെഗറ്റീവ് സൈഡ് നമ്മുടെ ലൈഫ് ലോങ്, നമ്മുടെ മരണം വരെ നമുക്ക് കൂടെ ഉണ്ടായിരിക്കും നെഗറ്റീവ്സ് പറയാനുള്ള ആളുകൾ. പക്ഷേ അതിലേക്ക് ഒരിക്കലും നോക്കരുത്, പോസിറ്റീവിനെ മാത്രം കാണാം കേട്ടോ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.